ഹലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പം തെങ്ങിൻ്റെ പൂവുണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കുറച്ച് മൂത്തതും ഒന്ന് നല്ല തളിരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ തളിര് മൊത്തത്തിൽ അരയ്ക്കാം. ഈ ഒരു ഇതുണ്ടല്ലോ ഈ വലുത് അത് നമ്മളിങ്ങനെ അതിൻ്റെ ഓരോരോ എന്താ മുത്ത് മുത്ത് പോലുള്ള ഉണ്ടല്ലോ. അപ്പോൾ അത് ഇളക്കി ഇളക്കി ഇടണം കേട്ടോ. അത് താഴോട്ടുള്ള ഭാഗം പാടാണ് കേട്ടോ. അത് ഭയങ്കര കട്ടിയാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ കരിപ്പെട്ടി ഉണ്ടല്ലോ, കരിപ്പെട്ടി നന്നായിട്ടൊന്ന് ഇങ്ങനെ തിളപ്പിച്ച് അതൊന്ന് എന്താ പറയുന്നത് കാച്ചിയെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കാച്ചിയെടുത്ത് അരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്താവും. പിന്നെ കുറച്ച് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്, ജീരകവും ചെറിയ ജീരകവും തേങ്ങയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഈ തളിര് ഭാഗമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അരച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇതേമാതിരി അങ്ങ് അരച്ചെടുത്താൽ മതി. പിന്നെ ഒരുപാട് മൂത്തതൊന്നും എടുക്കത്തില്ല, അപ്പം നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിലാവത്തില്ല. അപ്പം അങ്ങനെ കരിപ്പെട്ടിയൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനേക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ എല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പം അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് നോക്കണം ജസ്റ്റ്. അപ്പം മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് മധുരം ചേർക്കുകയോ കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഇത് കട്ട പിടിക്കുക അടിഭാഗം. അങ്ങനെ ഇത് കുറേ നേരം ഇങ്ങനെ നിന്ന് വേണം കുറുക്കി എടുക്കാൻ കേട്ടോ. നമ്മൾ ഈ ഈ കുഞ്ഞാവയൊക്കെ ആയി ആ ഒരു സമയത്തെ നമുക്കിതൊക്കെ കുറുക്കി കഴിക്കാൻ തരും കേട്ടോ. അത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഈ മരുന്നൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കും, വേറെ ടേസ്റ്റാണ്. ഈ തെങ്ങിൻ പൂക്കിലാതി അങ്ങനെയൊക്കെയുള്ള ലേഹ്യങ്ങളുണ്ടല്ലോ. പിന്നെ ഇതേമാതിരിയാണ് കേട്ടോ. ഈ ഒരു കളറൊക്കെയാണ്, അതിന് വേറൊരു കളറാണ്. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് നാളിന് ശേഷം കഴിച്ച്. അപ്പോൾ ഈ നടുവേദനയ്ക്കോ ബോഡി പെയിനോ എന്തിനൊക്കെയോ ഇത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.